سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളെ യഥാവധി ജീവിതത്തിൽ പകർത്തുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ പ്രധാനപ്പെട്ട ഒന്നാണ് അവന്റെ ആഹാരം. വിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ ആഹാരപാനീയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഗൈഡൻസ് നൽകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ജീവിതത്തിലെ നിഖില മേഖലകളിൽ മാതൃകയാണ് എന്നതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലും നമുക്ക് മാതൃകയാണ്. ഭക്ഷണം ത്വയ്യിബാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വിശിഷ്ടമായ ആഹാരം നിങ്ങൾ കഴിക്കുക. വഷ്കുറൂ ലില്ലാഹി, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ പറയുക. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഈ ആഹാരം എങ്ങനെയാണ് കടന്നു വരുന്നത്. അഫ്റഅയ്തും മാ തഹ്റുസൂൻ, സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറയാണ്, കൃഷി ചെയ്യുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, അല്ലാഹു ആണോ അത് മുളപ്പിക്കുന്നത്, അത് നിങ്ങളാണോ എന്ന് ഖുർആൻ ചോദിക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുമായിരുന്നു, ലാ യസിലു തആം ഇലാ ഫമിൽ ഇൻസാൻ, മനുഷ്യന്റെ വായിലേക്ക് ഒരു ഉരുളയെങ്കിലും ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴേക്ക് ഇല്ലാ വഖദ് സബക മിഅതു നിഅമ, ഒരു 100 നിഅമത്തെങ്കിലും കടന്നുപോയിട്ടുണ്ടാകുമെന്നാണ്. മഴ പെയ്യണം, ഭൂമി അതിന് സ്വീകരിക്കണം, എന്നിട്ട് അത് ഫലമായി പുറത്തു കൊണ്ടുവരണം, അത് കർഷകൻ കൊയ്യണം, എന്നിട്ട് ഇങ്ങനെ ഓരോ പ്രോസസ്സിലൂടെ പോവാം, എന്നിട്ടാണ് നമുക്ക് ആഹാരം കിട്ടുന്നത്. അതിന് നമ്മൾ അല്ലാഹുവിനോട് ശുക്ർ പറയണം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ ലയർളാ അൻ അബ്ദ്, അല്ലാഹു ഒരു അടിമയെ തൊട്ട് തൃപ്തനാണ്. എപ്പോഴാ തൃപ്തനാവുന്നത്? ഇദാ യഅകുലുൽ അക്ല ഫയഹ്മുദുഹു, അവൻ ആഹാരം കഴിക്കുമ്പോൾ അല്ലാഹുവിനോട് ശുക്ർ പറയാൻ. വൈദാ യശ്റബ് അശ്റുബ, അവൻ എന്തെങ്കിലുമൊക്കെ കുടിക്കുമ്പോഴേക്കും ഫയഹ്മുദു, അല്ലാഹുവിനോട് അവൻ നന്ദി രേഖപ്പെടുത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമുക്ക് മാതൃക എന്ന് നമ്മൾ പരിശോധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമൊന്നും ഭക്ഷണം കഴിച്ചിരുന്ന ആളായിരുന്നില്ല. റസൂലിന്റെ പ്രകൃതിയെ സംബന്ധിച്ച്, ശാരീരിക പ്രകൃതിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചരിത്രത്തിൽ കാണാം, ഹസനൽ ജിസ്ം, വളരെ മനോഹരമായ ഒരു ശാരീരിക പ്രകൃതി ഉണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ഇമാം തിർമിദി തന്റെ ശമാഇലിൽ ഉദ്ധരിക്കുന്നത് കാണാം, സവാഉൻ അൽ ബത്നു വസ്സദർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചും വയറും ഒരുപോലെയായിരുന്നു, ഫ്ലാറ്റാ. നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തെ അങ്ങനെ ആക്കാൻ വേണ്ടി കഠിനമായ പ്രയത്നിക്കുന്ന ഒരു കാലത്താണ് അത്രയും പ്രായമുള്ള റസൂലിനെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ വിവരിക്കുമ്പോൾ നമ്മൾ കാണുക, റസൂലിന്റെ വയറിനോടൊപ്പമായിരുന്നു റസൂലിനെ നെഞ്ച്. റസൂലിന്റെ മാത്രം പ്രത്യേകതയല്ല, ചരിത്ര ഉദ്ധരണികളിൽ കാണാം, ഈജിപ്തിൽ നിന്നും ഒരു വൈദ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ ചികിത്സിക്കാൻ വേണ്ടി വരികയാണ്. റസൂലിന്റെ സഹാബാക്കളുടെ ഫിറ്റ്നസ് കണ്ടിട്ട് ഇദ്ദേഹത്തിന് അത്ഭുതമായി. എന്റെ ഇത്രയും ഫിറ്റ്നസ് നിങ്ങൾക്ക് കിട്ടാൻ കാരണം? അദ്ദേഹത്തോട് പറയപ്പെട്ടു, നമ്മളൊരു ജനതയാണ്, നമ്മൾ വിശക്കുന്നത് വരെ നമ്മൾ തിന്നൂല.
ലാ നശ്ബഅ. ഇനി നമ്മൾ തിന്നാൽ നമ്മൾ വയറ് നിറക്കുന്നത് വരെ തിന്നുകയില്ല. വിശന്നാൽ മാത്രം തിന്നുമ്പോൾ വയറ് നിറച്ച് തിന്നാത്ത ഒരു ജനത. നമ്മളിന്ന് മെഡിക്കൽ സയൻസ് പറയുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ മരുന്നുപോലെ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരും. നമ്മൾ ആഹാരത്തെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിക്കേണ്ടത് റസൂലിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ആ കഥകളൊക്കെ വായിക്കുമ്പോൾ സഹാബാക്കൾക്കും റസൂലിനും ആഹാരം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്തുൽ ഇൻസാനിൽ, സഹാബാക്കൾ അവര് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് അലാ ഹുബ്ബിഹി, അവർക്ക് ആ ഭക്ഷണത്തോട് അതിയായ ആഗ്രഹമുണ്ടായിരിക്കുക. അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, മിസ്കീന്മാർക്ക്, യതീം കുട്ടികൾക്ക്, അസീറൻ തടവുപുള്ളികൾക്ക്. ഇസ്ലാമിന്റെ ഒരു ചരിത്രമാണത്. തടവുപുള്ളികളോട് സഹാബാക്കൾ പെരുമാറിയത് എങ്ങനെയാണ്? സുമാമ എന്ന് പറയുന്ന യമാമയിലെ ഒരു രാജാവുണ്ട്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ തടവുപുള്ളിയായി പിടിച്ച സമയത്ത് സഹാബാക്കൾ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല. അവർക്ക് കൊടുത്ത ഭക്ഷണം അല്പം മാത്രം കഴിച്ചിട്ട് എനിക്ക് തരിക. ഇസ്ലാമിക ചരിത്രത്തിൽ ബദറിന് മുമ്പായി നടക്കുന്ന ചെറിയൊരു സംഘടനത്തിൽ ആദ്യമായി 2 തടവുപുള്ളികളെ കിട്ടുകയാണ്. അതിലൊരാൾ ഇസ്ലാമിലേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന സംഭവം അതും കാണാണ്. സഹാബാക്കള് അവർക്ക് കൊടുക്കുന്നതൊക്കെ വളരെ ലഘുവായി കഴിച്ചിട്ട് അവർ പരമാവധി ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അസീറൻ തടവുപുള്ളികളെയാണ്. എന്താണ് അവരെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത്രയും വലിയ ഒരു ക്വാളിറ്റി അവർക്കുണ്ടായത് എന്ന് നമ്മൾ പരിശോധിക്കണം. അത് ഓർമ്മയില്ല, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അധ്യാപകനാണ് എന്നതുപോലെ നമ്മുടെ അധ്യാപകനാണല്ലോ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഹദീസുകൾ അവിടെ മനസ്സിലുണ്ട്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ മലഅ ഇബ്നു ആദം ബിആഅൻ ശർറൻ മിൻ ബത്നിഹി, വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും ആദമിന്റെ സന്തതികളെ നടക്കുന്നില്ല. ഫഹസ്മുൽ ആദം, ആദമിന്റെ സന്തതികൾക്ക് മനുഷ്യന് മതിയാണ്. അവന്റെ മുതുകിനെ നിവർത്തി നിർത്താൻ ഉതങ്ങുന്ന കേവലം ഉരുളകൾ മാത്രം മതി അവന്. പക്ഷേ അത്രയൊന്നും ത്യാഗം സഹിക്കാൻ ഒരുപക്ഷെ കഴിയില്ല എന്ന് വരുന്ന തലമുറയെ കുറിച്ച് അറിയുന്നത് കൊണ്ടായിരിക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ബാക്കി കാണാം, നിങ്ങൾക്കത് കഴിയുന്നില്ല എങ്കിൽ. എന്നിട്ട് റസൂൽ ഒരു തത്വം പറയാം, ഒരു തിയറി പറയാം, നിങ്ങളുടെ വയറിന്റെ 1/3 ആഹാരത്തിന്, 1/3 പാനീയത്തിന്, 1/3 വായുവിന്. ആ തിയറി അങ്ങ് പ്രസംഗിച്ച് കടന്നുപോയിരുന്ന ഒരു സൈദ്ധാന്തികനായിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ ജീവിതം നമ്മൾ അങ്ങനെ തന്നെ കാണാം. അതിനൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിരുന്നില്ല. കഴിക്കുമ്പോൾ തന്നെ വയറ് നിറച്ച് കഴിക്കുമായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം മദീനയിൽ വന്നതിന് ശേഷം മരണം വരെ 3 ദിവസം പോലും അടുപ്പിച്ചിട്ട് റൊട്ടി പോലും വയറ് നിറച്ച് കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഞാൻ എന്റെ പ്രവാചകനെ കണ്ടിട്ടുണ്ട്, വിശപ്പ് കൊണ്ട് വളഞ്ഞു പുളയുകയാണ്. വിശപ്പടക്കാൻ നിലവാരം കുറഞ്ഞ ഒരു ഈത്തപ്പഴം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന് കിട്ടിയിരുന്നില്ല. ഖന്തഖ് യുദ്ധത്തിന്റെ കഥ നമുക്കറിയാം. ഒരു സഹാബി കൂടി വന്നിട്ട് റസൂലിനോട് പറയണം, ഒരു വലിയ മതിലാണ് കുഴിക്കേണ്ടി വരുന്നത്, വിശപ്പുണ്ട്, ഞാൻ കല്ല് കെട്ടിവെച്ചു. റസൂൽ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു കല്ല് കെട്ടിവെച്ച് ത്യാഗം അനുഭവിക്കുന്ന സഹാബിക്ക് മുന്നിൽ വിശപ്പ് സഹിക്കാൻ കഴിയാത്ത 2 കല്ല് കെട്ടിവെച്ച് റസൂൽ തന്റെ വയറ് ഒക്കെ കാണിച്ചു കൊടുക്കുക. അത്രയും ത്യാഗം സഹിച്ചിരുന്നു, അത്രയും വിശപ്പ് സഹിച്ചിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. റസൂലിന്റെ ഈ ജീവിതം കണ്ടു വളർന്ന സഹാബിയാണല്ലോ. അദ്ദേഹം പിന്നീട് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഉത്തുംഗതയിലേക്ക് എത്തി അമീറുൽ മുഅ്മിനീനായി. അമീറുൽ മുഅ്മിനീന്റെ പുത്രിയുടെ അടുക്കിലേക്ക് കുറച്ച് ആളുകൾ വന്നിട്ട് പറയണം, അമീറുൽ മുഅ്മിനീനോട്, മകളെ, പിതാവിനോടൊരു കാര്യം പറയണം, നമുക്ക് അമീറുൽ മുഅ്മിനീനെ കണ്ടു നിൽക്കാൻ വയ്യ, അദ്ദേഹത്തിന്റെ നരമ്പുകൾ പുറത്തു കാണുമാറ അത്രയും അദ്ദേഹം മെലിഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇപ്പം കഴിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതലൊക്കെ കഴിക്കാൻ വേണ്ടി പറയണം. ഹഫ്സ ബീവി ഉമറിന്റെ അടുത്തേക്ക് പോവാൻ തന്റെ ആവശ്യം പറയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തിരിച്ചു ചോദിക്കുന്ന, മകളെ, പ്രവാചകന്റെ ഭാര്യയായിരിക്കുന്ന സമയത്ത് പ്രവാചകൻ എന്താണ് കഴിച്ചത് എന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. പ്രവാചകൻ എന്താണ് കഴിച്ചത് എന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. പ്രവാചകൻ എന്താണ് എടുത്തത് എന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. പ്രവാചകൻ എവിടെയാണ് കിടന്നത് എന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കണ്ട ഹഫ്സക്ക് പറയാൻ മറുപടിയൊന്നുമില്ല. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാൻ,
മകളെ, എന്റെ സുഹൃത്തുക്കളായ അബൂബക്കറും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജീവിതത്തിൽ വലിയ ത്യാഗങ്ങൾ അനുഭവിച്ചു, പട്ടിണി അനുഭവിച്ച്, ഈ ജീവിതത്തിന്റെ ആഡംബരങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആ ത്യാഗത്തിലൂടെ കടന്നുപോയി അവരെത്തിയൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തേക്ക് അതേ പാതയിൽ കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനെങ്ങാനും അതിൽ നിന്ന് വ്യതിചലിച്ചാൽ ഈ ഉമറിന് ആ വഴിയും ആ സ്ഥാനവും നഷ്ടപ്പെട്ടു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട് എന്ന് ഉമർ പറയാം. ഒരിക്കലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് തന്റെ മകൻ അബ്ദുള്ള നല്ല മനോഹരമായ രുചിയുള്ള കാണാൻ കൗതുകമുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന കാണാൻ മകനോട് ചോദിക്കണം, എനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? എനിക്ക് കൊതി തോന്നിയപ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിച്ചാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നിനക്കങ്ങനെ കൊതി തോന്നുന്നതൊക്കെ നീ വാങ്ങിച്ച് കഴിക്കൂ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ആഗ്രഹിക്കുമ്പോഴൊക്കെ നീ വയറ് നിറച്ച് കഴിക്കൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, മനുഷ്യന് ആഗ്രഹിക്കുന്നതൊക്കെ കഴിക്കുക എന്നത് മാത്രം മതി അതിന്റെ ദൂരത്തിന്റെ അടയാളമായിട്ട്. പ്രിയമുള്ളവരെ, ഇത്തരം കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആ ദർജയിലേക്കൊന്നും നമുക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഇത്തരം പാഠങ്ങൾ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്. ആളുകൾ മനോഹരമായ ഹോട്ടലിലേക്ക് കടന്നു പോകുന്നു, ഏറ്റവും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നു, വയറ് നിറച്ച് കഴിക്കുന്ന വീഡിയോസ് നമ്മൾ ഇങ്ങനെ കാണാം. നമുക്ക് ഈ ജീവിതത്തെ പരമാവധി അത്തരം ഭോജനശാലകളിൽ പോയി എക്സ്പ്ലോർ ചെയ്യണം ആഗ്രഹമുണ്ട്. അങ്ങനെ കഴിയുമ്പോൾ എനിക്ക് ആഗ്രഹിക്കുന്നതൊന്നും കഴിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു വിഷമം ഉണ്ടാകുമ്പോൾ, ഈ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കഥയാണ്. അങ്ങനെ ഈ ദുനിയാവിലെല്ലാം സാധിക്കണമെന്നൊന്നുമില്ല. ദുനിയാവ് അങ്ങനെയുള്ള ഒന്നാണ്. ഇബ്നു അബി ദുനിയ, അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതന്മാരിൽ പ്രസിദ്ധി നേടിയ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, കിതാബുൽ ജൂഅ, വിശപ്പിന്റെ പുസ്തകം. മനോഹരമായ ഒരു പുസ്തകം, നമ്മൾ വായിക്കേണ്ട ഒരു പുസ്തകം. വിശപ്പിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, വിശപ്പ് മനുഷ്യനുണ്ടാക്കി കൊടുക്കുന്ന ക്വാളിറ്റിയെ സംബന്ധിച്ച്, ആ വിശപ്പിനെ അകറ്റാൻ വയറ് നിറച്ച് കഴിക്കുന്ന മനുഷ്യനുണ്ടാക്കുന്ന ദൂഷ്യങ്ങളെ കുറിച്ച്, ജീവിക്കാൻ വേണ്ടി കഴിക്കേണ്ട ഭക്ഷണത്തെ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടാക്കിയ ദുരന്തങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരുപാട് താബീങ്ങളുടെ ഉദ്ധരികൾ കൊടുക്കണം. താബീങ്ങൾ പറയുന്നുണ്ട്, നിന്റെ വയർ തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നിന്റെ വയർ. നിന്റെ ഉദരത്തെ നീ വളർത്തുന്ന ഒരു വളർത്തുനായെ പോലെ നീ സമീപിക്കുക. അത് കുരയടക്കാനുള്ള 1-2 ഉരുളകൾ കൊടുത്ത് നീ അതിനെ മതിയാക്കുക. അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ അത് നിന്നെ കൺട്രോൾ ചെയ്യും. പിന്നീട് അത് നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിന്നൊരു രോഗിയാക്കും. പിന്നീട് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. അൽ ഹസൻ അൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ആദിമ മനുഷ്യനായ ആദം നബിയുടെ ഏറ്റവും വലിയ പരീക്ഷണം ഭക്ഷണമായിരുന്നു. സ്വർഗത്തിൽ ഒരു പഴം കഴിക്കരുത് എന്ന് പറഞ്ഞു, ആഗ്രഹം കൊണ്ട് കഴിച്ചുപോയി. അത് അന്ന് മനുഷ്യന് പരീക്ഷണമായിരുന്നു, ഖിയാമത്ത് നാൾ വരെ അതൊരു പരീക്ഷണമാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം. കിതാബിൽ ജൂൽ വീണ്ടും പറയാം, മനുഷ്യന് വിശപ്പുണ്ടാകുമ്പോൾ അവനുണ്ടാകുന്ന ചില ക്വാളിറ്റിയെ സംബന്ധിച്ച് പറയാം. ഇത് വായിക്കുമ്പോൾ ഒരുപക്ഷെ വിശപ്പങ്ങനെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനൊന്നും കഴിയാത്ത നമുക്ക് ആ വിശപ്പ് അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിന് സമാധാനദായകമാകുന്ന കഥയാണ്, സംഭവമാണ്. ചില ഫാക്ടുകൾ പറയാം, മനുഷ്യന് വിശക്കുമ്പോൾ അവന്റെ ഹൃദയം ലോലമാകും. ഒരു മനുഷ്യൻ വിശന്നിട്ടില്ല, അള്ളാഹു അവന് ആ വിശപ്പിനോടൊപ്പം യുക്തിയും തഖ്വയും വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടില്ലാതെ, നമ്മൾ അത് റമദാനിൽ അറിയുന്നുണ്ട്. നമ്മൾ വിശക്കുന്ന സമയത്ത്, നമ്മൾ ആ വിശപ്പിനെ അവഗണിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു എനർജി ഉണ്ട്. അള്ളാഹുലേക്ക് അടുക്കാൻ ഭൗതികമായ കാര്യങ്ങളൊക്കെ മറന്നിട്ട് നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. കിതാബുൽ ജൂഅ വിശപ്പുണ്ടാക്കുന്ന ഗുണങ്ങളെ സംബന്ധിച്ച് പറയാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഈ സമൂഹത്തിലുണ്ടായ ആദ്യത്തെ പരീക്ഷണം തന്നെ ആളുകൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവിടെയൊക്കെ സഹാബാക്കൾ, നമ്മൾ പഠിക്കേണ്ട ചരിത്രമാണ്. സഹാബാക്കൾക്ക് ഭക്ഷണമില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ പട്ടിണി കിടന്നു റസൂലിന്റെ കാലശേഷം എന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട. അവര് വിശപ്പ് സഹിച്ചുകൊണ്ട്, ദാഹം സഹിച്ചുകൊണ്ട് അവർ നയിച്ച പടയോട്ടങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്. അവർ വരുത്തി വെച്ച സാമ്രാജ്യങ്ങളുടെ എണ്ണങ്ങളുണ്ട്. ആ സമയത്തൊക്കെ ചരിത്രത്തിൽ കാണാം, ഓരോ സാമ്രാജ്യം കീഴടക്കുമ്പോഴും ഒരു കുതിരപ്പടയാളിക്ക് 30,000 സ്വർണ്ണ നാണയങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷേ അതൊക്കെ അവർ ദാനം കൊടുക്കുമായിരുന്നു. എന്നിട്ട് വിശപ്പിനെയും ദാഹത്തെയും നിലനിർത്താൻ, നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, വിശപ്പിനെയും ദാഹത്തെയും നിലനിർത്താൻ അവർ ശ്രമിച്ചിരുന്നു. അതുണ്ടാക്കിയ ക്വാളിറ്റി അവർക്കറിയാം, അതുണ്ടാക്കുന്ന നന്മ എന്താണ് എന്നവർക്ക് ജീവിതം കൊണ്ട് അനുഭവമുണ്ട്.
അവരെ സംബന്ധിച്ചിടത്തോളം അവര് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കണ്ടത് ജീവിതത്തിലേക്ക് ഇങ്ങനെ പകർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ പിന്നീട് കാലം മാറി. അബ്ബാസിയ കാലഘട്ടം ഒക്കെ വന്നപ്പോഴേക്ക് അന്നത്തെ ഭരണം വികസിച്ചു, ആളുകൾക്ക് കൂടുതൽ സമ്പത്തുണ്ടായി, ആളുകൾ വയറ് നിറച്ച് തിന്നുന്ന ഒരു സംസ്കാരമുണ്ടായി, ആളുകൾ ബലഹീനരായി, ദുർബലരായി, രോഗികളായി. അന്നത്തെ ഒരു ആർഭാടത്തെ സംബന്ധിച്ച് കാണാം. ഹാറൂൻ റഷീദിന്റെ മകൻ മഅ്മൂൻ, അദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റ് വിവാഹ സദ്യയുടെ ഗാംഭീര്യത്തെ സംബന്ധിച്ച് ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. 140 ഒട്ടകത്തിൽ വിറകുകൾ കൊണ്ടുവന്നു, അതൊരൊറ്റ രാത്രി കൊണ്ട് തീർന്ന അത്രയും ആർഭാടപരമായ ഒരു കല്യാണം. ആർഭാടം കല്യാണം ഒക്കെ നമ്മൾ പറയുമ്പോൾ ചേർത്ത് വായിക്കേണ്ട മലയാളത്തിലെ ഒരു പുസ്തകമുണ്ട്, ഒരു കഥയുണ്ട്. ബിരിയാണി എന്നാണ് ആ കഥയുടെ പേര്. ഗോപാൽ യാദവ് എന്നൊരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കഥയാണ് പറയുന്നത്. ആ മനുഷ്യൻ കേരളത്തിലെ അത്യാഡംബരമായ ഒരു കല്യാണത്തിന് പണിയെടുക്കാൻ വേണ്ടി പോവാൻ. ആ വീടൊക്കെ കണ്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്. പന്തലിന്റെ പിറകിലാണ് പണി എന്താണെന്ന് വെച്ചാൽ വലിയൊരു കുഴിയെടുക്കാൻ പറയാം. അയാൾ കുഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വീട് പോരാ, ആഴം പോരാ, ഇനി നീ കുഴി കൂടുതലായി കുഴിക്കുമെന്നൊക്കെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. രാത്രി വരെ പണിപെട്ട് വലിയൊരു കുഴി കുഴിച്ചു. അദ്ദേഹം തളർന്നു വീണു. ഉറക്കത്തിലെവിടെയോ നെട്ടുമ്പോൾ വലിയൊരു ബിരിയാണി ചെമ്പ് കൊണ്ടുവന്നിട്ട് കമിഴ്ത്തുന്ന കാണുകയാണ്. ഗോപാൽ യാദവ് പറയുന്നുണ്ട്, വീണ്ടും ദമ്മുപോലും പൊട്ടിക്കാത്ത ഒരു ബിരിയാണി ചെമ്പ് വന്നു. പിന്നീട് വന്ന ചെമ്പിന്റെ എണ്ണമൊന്നും എനിക്കറിയില്ല. ആ വലിയൊരു കുഴി നിറക്കുമാറ് എച്ചിലുകൾ കൊണ്ട് ആ കുഴി നിറഞ്ഞു. അത് കുഴിക്ക് പുറത്തു വന്നു. വീട്ടുകാരെന്നോട് പറഞ്ഞു അത് ചവിട്ടി നിരപ്പാക്കാൻ. അദ്ദേഹം കരയാണ്. കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ അത് നെഞ്ചകത്ത് ഗദ്ഗതമായി ഉയർന്നു, ഒരു പൊട്ടിക്കരിച്ചലായി ഉയരുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചവിട്ടി നിരപ്പാക്കേണ്ടത് എന്റെ പണിയാണല്ലോ. അതങ്ങനെ ചെയ്തിട്ട് മടങ്ങിപ്പോകുന്ന ഗോപാൽ യാദവിനോട് വീട്ടുകാരെ ചോദിക്കാണ്, ബായി താങ്കൾക്ക് മക്കളുണ്ടോ? ഉണ്ട്, ഒരു മോളുണ്ട്. മോളെന്താ ചെയ്യുന്നത്? പഠിക്കാണോ? മോള് മരിച്ചുപോയി. എങ്ങനെയാണ് മരിച്ചത്? എന്റെ മോള് മരിച്ചത് വിഷമിട്ടാണ്. എന്റെ മോള് മരിച്ചത് വിഷമിട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കണം. വിശുദ്ധ ഖുർആൻ അവിടെയാണ്. നമ്മളുടെ ഇന്നത്തെ കാലിക പ്രസക്തമായ കല്യാണങ്ങളിലേക്ക് നോക്കണം. ആഡംബരമായ കല്യാണങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നമ്മളിങ്ങനെ ആഡംബരമായി പൊടിപിടിക്കുമ്പോൾ ഇന്ന് യുവന്റെ കണക്ക് പോലും പുറത്തു വരുന്നുണ്ട്. 600 മില്യൺ ആളുകൾ പട്ടിണിയിലാണ്. ഇന്ന് പല പല ഹോട്ടലുകളിൽ നിന്നും വേസ്റ്റാക്കപ്പെടുന്ന, അമേരിക്കയിൽ എന്ന് പറയുന്ന വലിയൊരു നാട്ടിൽ പോലും അത്തരം റെസ്റ്റോറന്റുകളിൽ നിന്നും വേസ്റ്റാക്കപ്പെടുന്ന ആഹാരം മാത്രം മതി ഇന്ന് കഷ്ടപ്പെടുന്ന സൊമാലിയ എന്ന രാജ്യത്തിന്റെ വിശപ്പ് തീർക്കാൻ. അവിടെയാണ് ഖുർആൻ പറയുന്നത്, പുലു ഉശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ കുടിച്ചോളൂ, അതിനൊന്നും ആർക്ക് പരാതിയില്ല. പക്ഷേ വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് ചെയ്യരുത്, നിങ്ങൾ ദൂർത്തടിക്കരുത്. ഇന്നലാശിപ്പോൾ മുസ്ലിഫീൻ, അള്ളാഹു തീർച്ചയായിട്ടും ദൂർത്തടിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുർആൻ പറയാണ്. തിന്നാനുള്ള അധികാരമുണ്ട്, കുടിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇത്തരം കിതാബുൽ ജൂഇന്റെ ഒക്കെ കഥകൾ വായിക്കുമ്പോൾ അങ്ങനെ വിശപ്പൊന്നും ജീവിതത്തിന്റെ കൂട്ടാളിയായി കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ ആ ഭക്ഷണമെങ്കിലും പരമാവധി കളയാതിരിക്കാൻ, അത് ഉപയോഗപ്പെടുത്താനെങ്കിലും നമുക്ക് കഴിയണം. മനുഷ്യൻ ഭക്ഷണപ്രിയനായി പരമാവധി തിന്നുകൊടുത്ത് അവന്റെ ദുർബലതയെ സംബന്ധിച്ച് ചരിത്രത്തിലെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനുണ്ട്, ഇബ്നു ഖൽദൂൻ. അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സിവിലൈസേഷനെ എങ്ങനെയാണ് ഭക്ഷണം എഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് വിശപ്പ് ഉണ്ടാക്കുന്ന സ്വാധീനം, അമിതമായ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്വാധീനം അദ്ദേഹം പറയുന്നുണ്ട്. അബ്ബാസിയ കാലഘട്ടത്തിലാണല്ലോ ഇസ്ലാമിന് വലിയൊരു തകർച്ചയുണ്ടായിരുന്നത്. അന്ന് മംഗോളുകൾ, തർത്താരികൾ, ചെങ്കിസ് ഖാന്റെ അന്ന് മുസ്ലിം രാജ്യങ്ങൾ ഓരോന്നായി കൊന്നൊടുക്കിയിരുന്ന ഒരു കാലം. ബുഹാറയും സമർക്കന്തും അതുപോലെ തന്നെ കൂഫയും ബസറയും ബഗ്ദാദും ഒക്കെ ചുട്ടുകരിച്ചിരുന്ന ഒരു കാലം. അന്നത്തെ കഥ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. അന്ന് മുസ്ലിങ്ങൾ അത്രയും ദുർബലരായി. അന്ന് രാജാവ് പോലും പേടിച്ചോടി. എന്തെങ്കിലും ഒരു തിരിച്ചടിക്കാൻ പോലും പ്രാണിയില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, ദുർബലരായ, അലസരായ മുസ്ലിങ്ങളായിപ്പോയി. ആ കഥ വായിച്ചു നോക്കണം. അബുൽ ഹസൻ നജ്വി പറയുന്നുണ്ട്, ഒരു സർക്കാർ ഒറ്റയ്ക്ക് പോയി മുസ്ലിങ്ങൾ തെങ്ങി നിന്നിരുന്ന ഒരു ഏരിയയിലേക്ക് പോയിട്ട് അവരുടെ ആളുകളൊക്കെ കൊന്ന് തിരിച്ചു വരുമായിരുന്നു. ഒരാൾക്ക് പ്രതികരിക്കാനുള്ള ശേഷിയില്ല. ഒരു താർത്താരി സ്ത്രീ ഒരു ആണിന്റെ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഇടങ്ങളിലേക്ക് പോയിട്ട് ആളുകളെ കൊന്ന് തിരിച്ചു വരാൻ, പ്രതികരിക്കാൻ ആളുകൾക്ക് ശേഷിയില്ല. ഒരു മുസ്ലിമിനെ ഒരു തർത്താരി പിടിക്കുകയാണ്, ഇയാളെ കൊല്ലാനുള്ള കത്തിയില്ല. ഈ തർത്താരി പറയാണ്, ഈ മംഗോളി പറയാണ്, നീ ഇവിടെ തല കമിച്ചു വെച്ച് നീ കിടക്കണം, ഞാൻ എന്റെ വീട്ടിൽ പോയി കത്തി എടുത്തിട്ട് വരട്ടെ. നമുക്ക് അനുഭവം തോന്നും. ആ മുസ്ലിം ആ തർത്താരി വീട്ടിൽ പോയി കത്തിയെടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് ഒന്ന് എണീറ്റ് നിന്ന് ഓടാൻ പോലുമുള്ള ധൈര്യമില്ലാത്ത, ത്രാണിയില്ലാത്ത, സ്വാക്കത്തില്ലാത്ത, ശക്തിയില്ലാത്ത ഒരു സമൂഹമായി
അതമ്പതിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. ഇബ്നുൽ അസീർ അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ കിതാബ് അൽ കാമിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ തർത്താരികളുടെ യുദ്ധത്തെ സംബന്ധിച്ച് എനിക്ക് എഴുതാൻ കഴിയില്ല, എന്റെ കൂട്ടുകാർ എന്നോട് എഴുതാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്, പക്ഷേ അരവരി പോലും തികക്കാൻ എനിക്ക് കഴിയുന്നില്ല. അന്ന് നടന്ന ക്രൂരതകൾ അത് ഒരു മനുഷ്യ മനസ്സാക്ഷിക്ക് വായിച്ചു തീർക്കാൻ കഴിയാത്തതാണ്. അന്ന് കുട്ടികളെ, പൂർണ്ണഗർഭിണികളായ അമ്മമാരുടെ വയറ് കീറി പിളർന്നിട്ടുണ്ട്, കുട്ടികളുടെ കാലുകൾ പിടിച്ചിട്ട് നിലത്തടിച്ചിട്ടുണ്ട്. അതെനിക്ക് എഴുതാൻ കഴിയില്ല. നമ്മൾ ഒക്കെ വായിക്കുമ്പോൾ അതിന്റെ ഒരു വശമായിട്ട് വായിക്കാം, മുസ്ലിങ്ങൾ തളർന്നുപോയി, അവർ ശേഷിയില്ലാത്തവരായിപ്പോയി എന്ന് ഒരു ചരിത്രകാരൻ എഴുതി അത് രേഖയോടുകൂടി നമ്മുടെ മുന്നിൽ സമർപ്പിക്കാം. നമുക്ക് ചിലത് വായിച്ചെടുക്കാനുണ്ട്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് വളരെ പ്രസക്തമാണത്. മൽ ഫഖറു അഖ്ശാ അലൈക്കും, ദാരിദ്ര്യമല്ല, നിങ്ങൾക്ക് പട്ടിണിയല്ല ഞാൻ ഭയപ്പെടുന്നത്, വലാകിൻ അഖ്ശാ അൻ തുബ്സത ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബലകും, നിങ്ങൾക്ക് പട്ടിണി ഞാൻ ഭയപ്പെടുന്നില്ല, നിങ്ങൾ വിഷമിട്ട് എന്തെങ്കിലും ആയിപ്പോകുമെന്നും ഞാൻ ഭയപ്പെടുന്നില്ല, നിങ്ങൾക്ക് ദുനിയാവ് വിശാലമായി പോകുന്നതിന് എനിക്ക് ഭയമുണ്ട്. കമാ ബുസിതത് അലാ മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും അങ്ങനെ ഈ ദുനിയാവ് വിശാലമാകപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരിങ്ങനെ മത്സരിച്ചു അതിനുവേണ്ടി, എന്നിട്ട് അവര് നശിച്ചതുപോലെ നിങ്ങൾ നശിക്കുമോ എന്നെനിക്ക് പേടിയുണ്ട് എന്ന പ്രവാചകന്റെ ഈ അധ്യാപനം ആ ചരിത്രത്തോട് നമ്മൾ ചേർത്ത് വായിക്കണം. നമ്മൾ ഇങ്ങനെ മത്സരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും ഫുഡ് എന്ന് പറയുന്നത് ചെറുക്കന്റെ വീട്ടുകാര് സൽക്കാരത്തിന് എത്ര വിഭവം ഉണ്ടാക്കിയോ അതിനേക്കാളൊക്കെ നമ്മൾ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്, നഹ അൻ തആലിൽ മുതബാജി, പരസ്പരം മത്സരിക്കുന്ന ആളുകളുടെ ഭക്ഷണത്തെ അൻ തുഅക്കൽ, അത് കഴിക്കുന്നത് റസൂൽ നിരോധിക്കാൻ. നാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ, ആർഭാടത്തിന്റെ, പൊലിമയുടെ, മത്സരത്തിന്റെ ഒക്കെ പ്രതീകമാവുക. അവിടെയാണ് കിതാബുൽ ജുഅനെ പോലെയുള്ള കിതാബുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും പട്ടിണിയോടുള്ള മനോഭാവം എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ട ചരിത്രമാണ്, നമ്മൾ ഓർത്തെടുക്കേണ്ട ഒരു ചരിത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാരം എന്താണ് എന്ന്, ആഹാരം കഴിക്കുമ്പോഴുള്ള മേനേഴ്സ് എന്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്. ആദാബു തആം, ഭക്ഷണ മര്യാദകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ നിരവധി നമുക്ക് കാണാൻ കഴിയും. ഉമർ ബിൻ അബീ സലമ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യണം, അദ്ദേഹം ചെറിയൊരു കുട്ടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരുന്നിട്ട് കഴിക്കാൻ ആ ചെറിയ കുട്ടിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആദാബു തആമുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമത്തേത് യാ ഗുലാം ബിസ്മില്ലാ, കുഞ്ഞുമകനെ നീ ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ആവർത്തിച്ച് വായിക്കേണ്ട ഒരു ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയെ കിട്ടുമ്പോഴേക്ക് അവിടെ പോലും റസൂൽ അധ്യാപനം നടത്താൻ, ഈമേശയിൽ പോലും തർബിയത്തിന്റെ പാഠങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന മക്കൾ അവര് എന്ത് ഭാര്യ വെച്ച് കഴിച്ചോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം മറ്റൊരു ഹദീസിൽ കാണാം, ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് ഭക്ഷണത്തിലേക്ക് കൈയിടാൻ വേണ്ടി പോവാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈ പിടിച്ചു. ആ മകളോട് ഇസ്മിയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു, അദബിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ മക്കളല്ലേ, അത് ഞാൻ കൈപിടിച്ചാൽ അവൻ എന്ത് അതൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് എത്ര വ്യക്തമായിട്ടാണ് ഒരു കുട്ടിക്ക് പോലും പകർന്നു കൊടുക്കുന്നത് എന്ന് നമ്മൾ ഈ ഹദീസ് വെച്ച് പഠിക്കണം. ബിസ്മില്ലാ, നീ ബിസ്മി പറയണം, നീ ബിസ്മി പറയണം. മറന്നാൽ ബിസ്മില്ലാഹി അവ്വലു വആഖിർ എന്ന് പറയണം. ബിസ്മി കഴിക്കാത്തവന്റെ കൂടെ പിശാച ഭക്ഷണത്തിൽ പങ്കുചേരുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ബിസ്മി കഴിച്ചില്ല എങ്കിൽ, ബിസ്മി പറഞ്ഞില്ല എങ്കിൽ, ബിസ്മി പറയാതെ വീട്ടിലേക്ക് കയറിയെങ്കിൽ പിശാചും പങ്കാളിയാവുകയാണ്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറുമ്പോഴൊക്കെയുള്ള മഹത്തായ പ്രാർത്ഥന പറഞ്ഞു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹി വലജന വ ബിസ്മില്ലാഹി ഖറജന വ അലല്ലാഹി റബ്ബനാ തവക്കൽനാ. അത് പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയുമ്പോൾ ഹദീസിന്റെ ബാക്കി കാണാം, പിശാചുക്കൾ പറയാൻ ലാ മബീത ലക്കും വലാ ഇശ, നിങ്ങൾക്ക് ഇന്ന് കഴിയാനും കഴിയില്ല, അവരുടെ ഭക്ഷണത്തിൽ പങ്കുചേരാനും കഴിയില്ല. നമ്മൾ അല്ലാഹുവിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഓർക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു അംശമില്ല, ബിസ്മി പറയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. ബിസ്മിയിലാണ് ബർക്കത്ത്, അപ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാകുന്നത്. എന്നിട്ട് രണ്ടാമത്തെ അധ്യാപനം പറയാൻ വകുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കണം. ലാ തശ്റബ് ബിശ്ശിമാൽ, നീ ഇടത് കൈ കൊണ്ട് നീ കുടിക്കുകയോ തിന്നുകയോ ചെയ്യരുത്. വലത് കൈ കൊണ്ട് ഒരു പക്ഷെ നമുക്ക് ഭക്ഷിക്കാൻ കഴിയും, പക്ഷെ പലപ്പോഴും കുടിക്കുന്ന കാര്യത്തിൽ നമ്മൾ വലിയ അശ്രദ്ധരാണ്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു പക്ഷേ വലത് എന്നത് നമ്മൾ ഗൗനിക്കാറ് പോലുമില്ല.
നമ്മൾ ഗൗനിക്കേണ്ട ഒന്നാണ്. ആ ഗ്ലാസിന്റെ അടിയിലെങ്കിലും പിടിച്ചിട്ട് ആ സുന്നത്തോടുകൂടി കുടിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ വലതുകൊണ്ട് തിന്നുന്ന കാണുക, റസൂല് ഇടതുകൊണ്ട് തിന്നുന്ന കണ്ട ഒരു മനുഷ്യനോട് റസൂല് വലത് കൈകൊണ്ട് തിന്നാൻ വേണ്ടി പറയാം, ലാ അസ്തത്തി, എനിക്കതിനൊന്നും പറ്റൂല എന്നാ മനുഷ്യൻ പറയുന്നുണ്ട്. ഹദീസ് പറയാണ് ലസ്തത, നിനക്കത് കഴിയാതിരിക്കട്ടെ എന്ന് റസൂല് പറഞ്ഞു. ആ ഭക്ഷണം അവന്റെ വായിലേക്ക് അടുപ്പിക്കാൻ പിന്നീട് ഒരിക്കലും ആ കൈ ഉയർന്നിട്ടില്ല എന്നതാണ്. ആലോചിച്ച് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് അതൊരു കിബറാണ്, അതൊരു അഹങ്കാരമാണ്. ആ കിബറിന്റെ ശിക്ഷയാണ് എന്ന് പണ്ഡിതന്മാർ ആ ഹദീസിന്റെ താഴെ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ സുന്നത്തിനേക്കാൾ വലിയ സാംസ്കാരികമായ ഒന്നും ഈ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല. നമ്മൾ വേറെ എന്തിന്റെയൊക്കെയോ പിറകെ പോകുമ്പോൾ റസൂലിന്റെ സുന്നത്ത് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടാനുള്ള ഒന്നാണ് എന്ന് നമുക്ക് അവമതിപ്പുണ്ടാവുകയാണ്. അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ജീവിതത്തിൽ ഇന്നേ വരെ നമുക്ക് പുലർത്താൻ കഴിയുന്ന ഏറ്റവും വലിയ മൂല്യമെന്ന ഒരു ബോധം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. എന്നിട്ട് റസൂൽ വീണ്ടും പറയാം, ഒരൊറ്റ ഹദീസിന്റെ 3 വചനങ്ങളാണ്. വകുൽ മിമ്മാ യലീക്, നിങ്ങളുടെ അടുത്തുള്ളതിൽ നിന്ന് കഴിക്കണം. അതും നല്ലൊരു പാഠമാണ്. നമ്മൾ കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മുടെ കൈകൾ അവിടെ ഇവിടെയൊക്കെ കടന്നു ചെന്ന് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്നതിന് പകരം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരൊറ്റ ഭക്ഷണമാണെങ്കിൽ, ഒരൊറ്റ ഇനം ഭക്ഷണമാണെങ്കിൽ നമ്മുടെ അടുത്തു നിന്ന് തന്നെ കഴിക്കണം. ഒരുപക്ഷെ പലയിടം ഭക്ഷണമുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അതൊക്കെ എടുക്കാം. ഒരൊറ്റ ഭക്ഷണമാണെങ്കിൽ എന്റെ അപരന് പോലും അരോചകം തോന്നാത്ത രീതിയിൽ ഒരു ടേബിളിൽ നീ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരിക. സഹാബാക്കൾ പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സദസ്സിൽ റസൂല് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചിട്ടല്ലാതെ നമ്മൾ ഭക്ഷണം ചെയ്യാൻ തുടങ്ങുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ പ്രായമുള്ള ആളുകളെ ഭക്ഷണത്തിൽ എന്നല്ല മറ്റുള്ള പലതിലും ഗൗനിക്കുന്നത് പോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഗൗനിക്കണം. ഫളിലുള്ള ആളുകളെ അവർ തുടങ്ങട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെ സംബന്ധിച്ച് പറയാൻ, നഅബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്തു, റസൂൽ ഇന്നേ വരെ ഒരു ഭക്ഷണത്തെയും കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിസ്തഹാഹു അക്കല, റസൂൽ ഇഷ്ടപ്പെട്ട റസൂൽ കഴിക്കുമായിരുന്നു. വഇൻ കരിഹഹു തറക, റസൂൽ അത് ഇഷ്ടമല്ലെങ്കിൽ റസൂൽ അത് ഉപേക്ഷിക്കുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മൾ ഇന്നത്തെ ഒരു കാലം ആലോചിച്ച് നോക്കണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയാൽ ഇത് വായിച്ചു വെക്കാൻ കൊള്ളില്ല, ഇതാണ് ഉണ്ടാക്കിയത്, ഇതെന്തിനു കൊള്ളാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫേവറേറ്റ് ആയ ഫുഡ് കിട്ടാത്തതിനാണ് നമ്മളത് പറയുന്നത്. ഒന്നും തിന്നാനില്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപക്ഷെ ഇഷ്ടമല്ലെങ്കിൽ ഒന്നും പറയാതെ എഴുന്നേറ്റ് പോകുമായിരുന്നു. റസൂൽ ഒരു സദ്യയിലേക്ക് പോയി, റസൂൽ ഒരു കറി ആവശ്യപ്പെട്ടു. വീട്ടുകാർ പറഞ്ഞു സുർക്കയല്ലാതെ വേറെ കറിയൊന്നുമില്ല. ആ സുർക്ക കൊണ്ടുവരപ്പെട്ടു. റസൂൽ പറഞ്ഞു സുർക്ക എത്ര നല്ല കറിയാണ്, സുർക്ക എത്ര നല്ല കറിയാണ്. റസൂൽ പോസിറ്റീവ് പറയാം, സുർക്ക അത്ര മനോഹരമായ രുചികരമായ കറിയാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പക്ഷേ റസൂൽ ആ പരിമിതമായ സൗകര്യത്തിൽ റസൂലിന് കിട്ടിയ കറി അത് സുർക്കയാണ്, കുഴപ്പമൊന്നുമില്ല. അതെത്ര നല്ല കറിയാണ് എന്ന് റസൂൽ പറയാം. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ അവർ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഭാര്യമാർ അവർ നമുക്ക് കഴിക്കാമെന്ന ആഗ്രഹത്തിൽ അവർ പലതും നമുക്ക് ഇങ്ങനെ വിളമ്പി തരുന്നുണ്ട്. നമ്മൾ അവരോട് പോസിറ്റീവ് വർത്താനം പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കുറ്റമല്ലാതെ നല്ല വാക്കുകൾ പറയുന്നിടത്ത് നമ്മൾ വിജയിക്കണം. എവിടെ നിന്ന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന്. റസൂൽ പറഞ്ഞു കൊടുക്കാണ്. റസൂൽ ഇന്നുവരെ ഒരു ഫുഡിനെയും കുറിച്ച് വേണ്ടത് പറഞ്ഞിട്ടില്ല. മറ്റൊരു പാഠം പറയാം, നിങ്ങളെയും കൂടി കരുതിയിട്ട് ഉണ്ടാക്കപ്പെട്ട ഒരു സദ്യയിലേക്ക് നിങ്ങൾ വിളിക്ക് ഉത്തരം നൽകി കൊണ്ടുപോവുക എന്നത് നിർബന്ധമാണ്. നിങ്ങളെയും കരുതിയാണ് അവൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ചെന്നില്ല എങ്കിൽ നിങ്ങൾ പങ്കെടുക്കുക മാത്രമല്ല, പണ്ഡിതന്മാർ പറയുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കലും അതിന് അനിവാര്യതയാണ്. കഴിച്ചില്ല എങ്കിൽ ആ ഭക്ഷണം വേസ്റ്റാവും. അവിടെയാണ് നമ്മൾ ഹദീസുകൾ കാണുന്നത്. ഒരു മനുഷ്യൻ സുന്നത്ത് നോമ്പുകാരനാണെങ്കിൽ അത്തരം സദ്യകളിലേക്ക് വിളിക്കപ്പെട്ട് അവിടെ പങ്കെടുക്കുമ്പോൾ ആ സുന്നത്ത് പോലും നോമ്പ് പോലും മുറിക്കാനുള്ള അനുവാദമുണ്ട്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ നോമ്പ് മുറിച്ചിട്ട് സുന്നത്ത് നോമ്പ് മുറിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ആതിഥേയന് സന്തോഷമുണ്ടെങ്കിൽ അതാണ് പുണ്യം എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. ഇതുപോലെ പഠിപ്പിച്ചു തരാം. ഇതുപോലെ മനുഷ്യന്റെ ആതിഥേയന്റെ അതിഥിയുടെ ഒക്കെ വികാരങ്ങൾ ഒരുപോലെ പരിഗണിക്കാം. നമ്മൾ വായിക്കും, എടുത്തു വെച്ച് വായിക്കും. ഇവർക്ക് ഏത് സംസ്കാരത്തിനാണ് കഴിഞ്ഞിട്ടുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നതൊന്നും ഈ കാലത്തെ പ്രസക്തമല്ല എന്ന് പറയുന്ന ആളുകൾ ഇരുന്നിരുന്ന് വായിക്കേണ്ടത്, ആവർത്തിച്ച് വായിക്കേണ്ടത്. റസൂൽ അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ ഹദീസുകളാണ് ഈ പറയുന്നത്. ഹദീസുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ
എല്ലാവരും എഴുന്നേറ്റിട്ടല്ലാതെ നിങ്ങൾ എഴുന്നേൽക്കരുത്. എന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങൾ അങ്ങനെ എഴുന്നേറ്റാൽ നിങ്ങളുടെ കൂട്ടുകാരൻ ഭക്ഷണത്തിന് ആവശ്യമുണ്ടായിരിക്കെ തന്നെ അവൻ മതിയാക്കേണ്ടി വരും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എഴുന്നേൽക്കാം എന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ഇത് പറയാനൊരു ആദർശം വേണ്ടേ? ഇത് പ്രചരിപ്പിക്കാൻ ഒരു മൂല്യവ്യവസ്ഥ വേണ്ടേ? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാം. ലാ തുഖാരിനു, മറ്റൊരു ഹദീസ്, ലാ തുഖാരിനു, എല്ലാവരും ഒരു കൂട്ടത്തിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു ഈത്തപ്പഴം എടുക്കുന്നിടത്ത് നീ 2 ഈത്തപ്പഴം എടുത്ത് കഴിക്കരുത്. ഒരുപക്ഷെ കൂട്ടുകാരനേക്കാൾ അധികം നീ കഴിച്ചു. ഇല്ല അയ്യസ്തഅ്ദനറജുൽ, നിന്റെ കൂട്ടുകാരനോട് ചോദിക്കണം, ഞാൻ 2 ഈത്തപ്പഴം എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കഴിക്കണം. ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുക? ഇതൊക്കെ എവിടുന്നാണ് നമ്മൾ പഠിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ തർബീയത്തുകൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്ര തർബീയത്തുകൾ ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിൽ, ഇത് നമ്മളിങ്ങനെ പഠിച്ചിട്ട് പോകേണ്ട ഒന്നല്ല, ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടവരാണ്. എത്ര സംസ്കാരമുള്ളവരാണ് മുസ്ലിങ്ങളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കഴിച്ചിട്ട് അംശം നിങ്ങളുടെ വിരലുകളിൽ ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ കളയരുത്, അത് നിങ്ങൾ കളയരുത്. താഴെ വീണ ഭക്ഷണം ഒരുപക്ഷെ അത്രയൊന്നും മലിനമാകാത്ത അഴുക്കുകളാണെങ്കിൽ അത് നീക്കിയിട്ട് നിങ്ങൾ കഴിക്കണം. കാരണം ഏതിനാണ് ബറക്കത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വിശന്നിട്ട് 2 കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. റസൂൽ വന്നു. റസൂലിന് അവരുടെ വിശപ്പ് മനസ്സിലായി. റസൂൽ ഒരു വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. വീട്ടുകാരുടെ അടുക്കൽ ഒരു ആടുണ്ടായിരുന്നു. അത് കറുക്കാനുള്ള സമ്മതം വാങ്ങിച്ചു കൊടുത്തു. ആട് കറന്നു, പാല് കിട്ടി. റസൂൽ പറയാണ്, നിങ്ങൾ കുടിച്ചിട്ട് മിച്ചം വെച്ചാൽ മതി എനിക്ക്. അവർ കുടിച്ചു. മിച്ചപാത്രം വീടിന് പുറത്തു വെച്ചു. പക്ഷെ മിഖ്ദാദ് പറയുന്നുണ്ട്, എന്റെ കൂട്ടുകാർ അത് കുടിച്ചുറങ്ങി, പക്ഷേ എനിക്ക് ദാഹം മാറിയിട്ടില്ല, എനിക്ക് വീണ്ടും ദാഹിക്കുന്നുണ്ടായിരുന്നു. എന്റെ നോട്ടം മുഴുവൻ റസൂലിന് മിച്ചം വെച്ച ആ പാത്രത്തിലായിരുന്നു. നാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്നിട്ട് ശൈത്താൻ അടുക്കലേക്ക് വരികയാണ്. ഈ ശൈത്താൻ പറയാണ്, മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനിയും പാല് കൊടുക്കാൻ ഒരുപാട് അൻസാരികളുണ്ട്. മുഹമ്മദിന് ഇത്തിഹിൽ അൻസാർ, ഏത് കുടിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ ആലോചിക്കണം, പിശാച് എങ്ങനെയാണ് ഒരു മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം അത് വിശപ്പുകാരനും കുടിക്കാം. കുടിച്ചപ്പോൾ അദ്ദേഹത്തെ ഭയങ്കര നിരാശ തോന്നി. വീണ്ടും പിശാച് വരാൻ, മുഹമ്മദ് നീ എന്താ ചെയ്ത്? മുഹമ്മദിന്റെ നീ പാനീയം എടുത്ത് കുടിച്ചു, പാലെടുത്ത് കുടിച്ചു അല്ലേ, നീ എന്ത് മോശക്കാരാണ് ചെയ്തത് എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ആലോചിക്കുക, പിശാച് ഒരു തെറ്റിലേക്ക് കടത്തിവിടുന്നത് വരെ നമ്മൾ പ്രചോദിപ്പിക്കാൻ, അവൻ ആ തെറ്റ് ചെയ്തു എന്നറിഞ്ഞ നിരാശപ്പെടുത്താം. നമ്മളതൊന്നും അറിയുന്നില്ല. പിശാചിന്റെ തന്ത്രം അങ്ങനെയാണ്. ഇദ്ദേഹത്തിന് പേടിയായി. ഇദ്ദേഹം പള്ളിയുടെ മൂലക്ക് പോയി കടന്നു. റസൂൽ രാത്രിയായപ്പം വന്നു. റസൂൽ വന്നപ്പോൾ സലാം പറയുന്നുണ്ട്. അതുപോലും മനോഹരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സലാം അവിടെ കിടക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ, എന്നാൽ ഉണർന്നിരുന്നവർക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിൽ റസൂൽ സലാം പറഞ്ഞു. റസൂൽ ആ പാൽപാത്രത്തിന്റെ അടുക്കലേക്ക് പോയി. എനിക്ക് പേടിയായി. റസൂൽ അത് തുറന്നു നോക്കി, അതിലൊന്നുമില്ല. റസൂൽ പെട്ടെന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയാണ് ഹദീസിൽ, ഇതോടുകൂടി എന്റെ കഥ തീർന്നു, റസൂൽ എനിക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമന വസ്ഖിന മൻ സഖാന. അല്ലാഹുവേ, എനിക്ക് ഭക്ഷണം തന്ന ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണേ, എനിക്ക് കുടിക്കാൻ തന്നവർക്ക് നീ കുടിക്കാൻ കൊടുക്കണേ. ഈ പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലം ഒരു വിശപ്പ്, ഒരു ദാരിദ്ര്യം, ഒരു ദാഹം, അത് നൽകിയ ഒരു പാഠമാണ്. മിഖ്ദാദിന്റെ ദാഹത്തിന്റെ ഒരു വരദാനം പോലെ ആ പ്രാർത്ഥന നമുക്ക് കിട്ടാം. ഈ പ്രാർത്ഥന കേട്ടതോടുകൂടി മിഖ്ദാദിന് ആവേശമായി. റസൂല് തിന്നാൻ കൊടുത്തവർക്ക് കുടിക്കാൻ കൊടുത്തവർക്ക് നടത്തിയ പ്രാർത്ഥനയാണ്. അദ്ദേഹം ഓടി പുറത്തേക്ക് പോയി. മുമ്പ് കറന്ന ആടിലേക്ക് പോകുമ്പോൾ അത്ഭുതമായി. ആടിന്റെ അകടി വീഴ്ത്തിയിരിക്കുകയാണ്. പാല് കറന്നു. റസൂലിന് കൊടുത്തു. റസൂൽ കുടിച്ചു. റസൂൽ ഇനിയും കുടിക്കൂ, എനിക്ക് മതി. റസൂൽ വീണ്ടും കുടിക്കുന്നത് സന്തോഷത്തോടുകൂടി ഇദ്ദേഹം ഇങ്ങനെ നോക്കിയേക്കാം. കാരണം റസൂൽ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന മിഖ്ദാദിന് കിട്ടിയിരിക്കുകയാണ്. ഹത്താ അൽഖൈതു അലൽ അർദ്, ചിരിച്ച് ഞാൻ ഭൂമിയിൽ ഞാൻ നിലത്ത് വീണുപോയി എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. അവർ പട്ടിണി കിടന്നപ്പോൾ കിട്ടിയ ചെറിയ ആഹാരത്തിന് അവർ ചെയ്ത നന്ദി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് തിന്നുന്നുണ്ട്. അത് തിന്നതിന് ശേഷം പറയാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. എന്റെ ഒരു അധ്വാനവും ഇല്ലാതെ, എന്റെ ഒരു അധ്വാനവും ഇല്ലാതെ നീ എനിക്ക് ഭക്ഷണം തന്നല്ലോ, അതിന് അല്ലാഹു നിനക്ക് നന്ദി എന്ന് പറയാനെങ്കിലും നമുക്ക് കഴിയണം. അല്ലാഹു അത്തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങളെ ജീവിതത്തിൽ പകർത്തുകയും ആഹാരം വളരെ ശ്രദ്ധിച്ചു കഴിക്കുകയും രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥയിൽ നിന്നും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم
كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കുറച്ച് ആളുകൾ വന്നിട്ട് പറയാണ്, റസൂലെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വിശപ്പടങ്ങുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണോ ഫുഡ് കഴിക്കാറുള്ളത്? അതെ, നമ്മൾ ഒരുമിച്ചല്ല ഫുഡ് കഴിക്കാറുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാഠം അവിടെ പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, വിഷ്ണു പറയുക, വിഭാരിക്കലും അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് വരും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരമുണ്ട്, ഒരുമിച്ചിരുന്ന് കഴിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, തആമുൽ ഇസ്നൈൻ യക്ഫി സലാസ, രണ്ടുപേർക്കുള്ള ഭക്ഷണം അത് 3 പേർക്ക് മതിയാവും. വതആമു സലാസ യക്ഫി അർബഅ, 3 പേർക്കുള്ളത് 4 പേർക്ക്, 4 പേർക്കുള്ളത് 5 പേർക്ക്. അതൊരു ബർക്കത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയാൻ, അൽ ബർക്കത്തു തൻസിലു അലാ വസ്തി തആം, ബർക്കത്ത് ഇറങ്ങുന്നത് ആഹാരത്തിന്റെ മധ്യത്തിലാണ്. ഫകുലൂ മിൻ ഹാഫതൈഹി, അതുകൊണ്ട് നിങ്ങൾ ഇരുവശങ്ങളിൽ നിന്നായിട്ട് തിന്നുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ബർക്കത്തിനെ സംബന്ധിച്ച് പറയുന്നത് അങ്ങനെയാണ്, വിഷ്ണു പറയുക, ഒരുമിച്ചിരുന്ന് തിന്നുക. എങ്ങനെയാണ് ഭക്ഷണം സർവ് ചെയ്യേണ്ടത് എന്നുപോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സാക്കിൽ ഖൗമി ആഖിറുഹു, ഒരു മനുഷ്യനെ നമ്മളൊരു എന്തെങ്കിലും ഒരു പരിപാടിയിൽ നമ്മുടെ വീട്ടിൽ വന്ന അതിഥികൾക്ക് ഭക്ഷണം നമ്മൾ സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനം തിന്നേണ്ടത് സർവ് ചെയ്യുന്ന ആളാണ്. സാക്കിൽ ഖൗമി ആഖിറുഹു, എല്ലാവരും കുടിച്ചോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇതും കുടിക്കേണ്ടത്. അതാണ് ഒരു പാഠം. എല്ലാവരും കുടിച്ചോ, എല്ലാവർക്കും ഉള്ളത് ഞാനങ്ങ് വലിച്ചു വാരി കുടിക്കലല്ല, എല്ലാവർക്കും ഉള്ളത് സർവ് ചെയ്യുന്ന ആളുകൾ തന്നെ വലിച്ചു വാരി തിന്നലല്ല, എല്ലാവരും തിന്നുമെന്ന് ഉറപ്പിക്കുക. അത് എവിടുന്നാണ് തുടങ്ങേണ്ടത് എന്നുപോലും റസൂലിനൊരു പാഠമുണ്ട്, വിശാലമാണ്, പറഞ്ഞു തീർക്കാൻ നമുക്ക് സമയമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളുടെ വലതു നിന്ന് തുടങ്ങണം, സർവ് ചെയ്യാൻ വലതു നിന്ന് തുടങ്ങണം. റസൂൽ അത് പ്രാവർത്തികമാക്കിയ മനോഹരമായ ഒരു കഥയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു പാല് കൊണ്ടുവരപ്പെടുക. റസൂൽ കുടിച്ചു. വലതൊരു കുട്ടിയാണ്, ചെറിയ കുട്ടി. ഇടത് അബൂബക്കറിനെയും ഉമറിനെയും പോലുള്ള വലിയ സഹാബാക്കളാണ്. റസൂലിന് തന്റെ സഹാബത്തിനെ, പ്രസിദ്ധരായ സഹാബത്തിനെ പരിഗണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇടതാണ്. കുട്ടിയോട് ചോദിക്കുകയാണ്, നീ അനുവദിക്കുമെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കാം. ഇല്ല റസൂലെ, താങ്കൾ കുടിച്ച മിച്ചത്തിന്റെ ബർക്കത്ത് എനിക്ക് വേണം, അത് ഞാൻ ആർക്കും കൊടുക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയിലേക്ക് ആ പാത്രം നീട്ടുക. ഇതേ കഥ മറ്റൊരു റിവായത്തിൽ കാണാം. ഇടതുള്ളത് അറാബിയാണ്, ഗ്രാമീണനാണ്, വലതുള്ളത് സഹാബാക്കളാണ്. അറാബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾ അനുവദിക്കുമെങ്കിൽ ഞാൻ കൊടുക്കാം. കുട്ടിയോട്, അറാബിയോട് സമ്മതം ചോദിക്കുന്ന ഒരു പ്രവാചകൻ, പ്രസംഗിച്ചു പോവുകയല്ല. ആ തത്വം എവിടെയെങ്കിലും റസൂലിന്റെ തത്വവുമായി കോൺഫ്ലിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിടിക്കാമായിരുന്നു. പക്ഷെ അതുപോലെ റസൂലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്രത്തോളം മര്യാദകൾ, മേനേഴ്സ്, അദബുകൾ എങ്ങനെയാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ സംസ്കാരമായി മാറേണ്ടത് നിങ്ങളുടെ ഭക്ഷണത്തിൽ പോലും പാനീയത്തിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും കുറഞ്ഞത് ആ ഒരു സംസ്കാരത്തിൽ ഇസ്സത്തോടുകൂടിയെങ്കിലും ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിനുപരി ജീവിതത്തിൽ നമുക്ക് പകർത്താൻ കഴിയണം. അല്ലാഹു അത്തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മൾ ചെയ്തുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസം അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ പരലോക ജീവിതം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹം ലോകത്തിന്റെ നാനാഭാഗത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു അതിനെല്ലാവിധ പരിഹാരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.